പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ 4 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ, ആനയുടമ, പാപ്പാൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഉപദേശക സമിതി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ജയശങ്കർ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റിന, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ 6ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. 4 പേർക്കെതിരെയാണ് കേസ്. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ, ഈ ആനയുടെ ഉടമ, പാപ്പാൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ ഉൾപ്പെടെ പരാതിയിൽ ദേവസ്വം ബോർഡും ചെറിയ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഉപദേശക തൽക്കാലം പിരിച്ചുവിടാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഉത്സവത്തിന്റെ നടത്തിപ്പ് ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആനയിടയിലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചട്ടലംഘനങ്ങൾ നടന്നു എന്ന് നാട്ടുകാരുൾപ്പെടെ വലിയ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കളക്ടർക്കും എസ്.പിക്കും ഉൾപ്പെടെ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നടപടി. എന്തായാലും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് തുടർ നടപടികൾ ഉണ്ടാകും. വനം വകുപ്പും അവരുടേതായ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട മേൽ നടപടികൾ സ്വീകരിക്കും. ക്രിസ്റ്റീന, അപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് എ വി ജയശങ്കറാണ്.